പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ പൂജാരി പൂജയുടെ ആവശ്യത്തിനെന്ന് പറഞ്ഞ ഒരു യുവതിയെ ഹോട്ടൽ റൂമിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കർണാടക സ്വദേശിയാണ് ഈ യുവതി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇദ്ദേഹം നിരന്തരമായി ഇവരെ വീഡിയോ കോൾ ചെയ്യുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു. ഇവരുടെ ലൈഫിൽ എന്തോ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇദ്ദേഹം ഒരു പൂജ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഹോട്ടൽ റൂമിൽ വരണം, ഒറ്റയ്ക്ക് വരണം, ഫ്രണ്ടിനെ കൂട്ടി വരരുത്, ഇനി ഫ്രണ്ടിനെ കൂട്ടി വരികയാണെങ്കിൽ 2 റൂം എടുത്ത് താമസിക്കണം, ഞാൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പൂജ ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ആരെങ്കിലുമൊക്കെ റൂമിലുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? തനിച്ച് തന്നെ വേണം പൂജ ചെയ്യാൻ. ഈ പൂജാരിക്ക് എന്താണ് ഇത്ര നിർബന്ധം? അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ റൂമിൽ പോയിട്ടാണോ പൂജാരിമാരൊക്കെ പൂജ ചെയ്യാറുള്ളത്? അദ്ദേഹത്തിന് വലിയൊരു ക്ഷേത്രം ഉണ്ടല്ലേ, പ്രൈവറ്റ് ക്ഷേത്രമാണ്. അവരുടെ 3-4 സഹോദരന്മാരെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നൊരു ക്ഷേത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് വരുമാനമുള്ളൊരു ക്ഷേത്രമാണ്. ഈ അടുത്ത കാലത്ത് ഒരുപാട് പരസ്യം പല രീതിയിലും പുറത്തു വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് വരുമാനം വരുന്ന ക്ഷേത്രത്തിൽ ഇവർക്ക് പുറത്ത് ഹോട്ടൽ റൂമിൽ ഒരു കർണാടക സ്വദേശിയായിട്ടുള്ള യുവതിയൊക്കെ വിളിച്ചു വരുത്തി ഹോട്ടൽ റൂമിൽ വെച്ച് പൂജ ചെയ്യേണ്ട കാര്യം എന്താണ്? പൂജയൊക്കെ ക്ഷേത്രത്തിനകത്തല്ലേ നടക്കേണ്ടത്, അല്ലാണ്ട് ഹോട്ടൽ റൂമിലാണോ? അപ്പോൾ പല ആളുകളും ഹണി ട്രാപ്പാണ്, ഇദ്ദേഹം ഇങ്ങനെ ചെയ്യില്ല, വളരെ നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. പക്ഷേ എനിക്ക് ഈ വാർത്ത കണ്ടിട്ട് ഇതിൽ എന്തോ സത്യാവസ്ഥ ഉണ്ടെന്ന് തന്നെ തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം നിർബന്ധമായിട്ടും ഹോട്ടൽ റൂം എടുക്കണം, അതും സിംഗിൾ റൂം തന്നെ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ യുവതിയെ നിർബന്ധിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ പൂജ ചെയ്യാനായിട്ട് ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അതും ഞാൻ വരുന്നുണ്ടെന്ന് ഈ പൂജാരി അങ്ങോട്ട് പറയുകയാണ്. എന്താവശ്യത്തിനാണ് ഇദ്ദേഹം ഈ ഹോട്ടൽ റൂമിൽ പോയി ഈ സ്ത്രീനെ കാണേണ്ട ആവശ്യം? ക്ഷേത്രത്തിൽ വന്ന് പൂജാരിയെ കാണുകയാണ് എല്ലാ ഭക്തരും ചെയ്യുക. അതിന് പകരം ഇദ്ദേഹം അങ്ങോട്ട് ചെന്ന് കാണുകയാണ്. അപ്പോൾ ഇതിൽ എവിടെയൊക്കെയോ സത്യാവസ്ഥ ഉണ്ടെന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് തന്നെയായാലും സത്യം പുറത്തു വരട്ടെ, നീതി നടപ്പാവട്ടെ.